എല്ലാവർക്കും നമസ്കാരം. സജിതം ഫോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൂണിലും തുരുമ്പിലും വസിക്കുന്ന നരസിംഹസ്വാമി വിശ്വാസികൾക്ക് എന്നും അജയ്യനാണ്. കൃതയുഗത്തിലെ മഹാവിഷ്ണുവിൻ്റെ 4 അവതാരങ്ങളിൽ അവസാനത്തേതായ നരസിംഹം തന്നെ ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹദായകൻ കൂടിയാണ്. പ്രഹ്ലാദനെ രക്ഷിക്കുവാനും ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കുവാനുമായി മഹാവിഷ്ണു നരസിംഹാവതാരം എടുത്തുവെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. നരസിംഹത്തെ ആരാധിക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊന്നാണ് ആലുവയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രം. ദൂര ജില്ലകളിൽ നിന്നും വിശ്വാസികൾ തേടിയെത്തുന്ന കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും വിശേഷങ്ങളും ഇന്ന് അറിയാം. കേരളത്തിലെ പ്രസിദ്ധമായ നരസിംഹസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രം. ഉഗ്രരൂപത്തിൽ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കുന്ന രൂപത്തിലാണ് ഇവിടെ നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. വട്ടശ്രീകോവിലിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ ഫലങ്ങൾ ധാരാളമുണ്ടെന്നാണ് വിശ്വാസം. പുരാണങ്ങളിലെ പല സംഭവങ്ങളുമായും കടുങ്ങല്ലൂർ ക്ഷേത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു. ത്രേതായുഗത്തിൽ സീതയെ അപഹരിച്ചു കൊണ്ടുപോകാനെത്തിയ രാവണനെ തടുത്തു നിൽക്കെ വെട്ടേറ്റു പക്ഷിശ്രേഷ്ഠനായ ജടായുവിൻ്റെ നടുഭാഗം വീണത് ഇവിടെയാണെന്നാണ് വിശ്വാസം. വായ ഉൾപ്പെടുന്ന തലഭാഗം വീണത് ആലുവായിലും വാല് വീണത് തിരുവാലൂരുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വളരെ പ്രത്യേകതകളുള്ള നിർമ്മാണമാണ് ക്ഷേത്രത്തിൻ്റേത്. ഏകഛത്രാധിപതി ഭാവത്തിലാണ് ഇവിടെ മഹാവിഷ്ണു ഉള്ളത്. അതിനാൽ തന്നെ മതിൽക്കെട്ടിനകത്ത് ഉപദേവതാ പ്രതിഷ്ഠയില്ല. എന്നാൽ മതിലിന് പുറത്ത് മഹാവിഷ്ണുവിൻ്റെയും പാർത്ഥസാരഥിയുടെയും ചെറിയ അമ്പലങ്ങൾ കാണാം. സർവ്വരോഗങ്ങളും ദുരിതങ്ങളും മാറുവാൻ ഇവിടെയെത്തി പ്രാർത്ഥിച്ചാൽ മതി എന്നൊരു വിശ്വാസമുണ്ട്. ധന്വന്തരി മന്ത്രം കൊണ്ടുള്ള പുഷ്പാർച്ചന നടത്തിയാൽ സർവ്വരോഗങ്ങളും മാറുമെന്നും നരസിംഹ മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി കഴിച്ചാൽ സകല ദുരിതങ്ങളും ശമിക്കുമെന്നും കാലങ്ങളായി ഇവിടെയുള്ള വിശ്വാസമാണ്. ക്ഷേത്രത്തിലെ ഉത്സവകാലത്ത് വലിയ വിളക്കിൻ്റെ ദീപാരാധനയിൽ പങ്കെടുത്ത് തൊഴുത് പ്രാർത്ഥിച്ചാൽ എത്ര അസാധ്യമായി ആഗ്രഹിച്ച കാര്യങ്ങളും നടക്കുമെന്ന് വിശ്വാസമുണ്ട്. മേടമാസത്തിലെ വിഷുവിൻ്റെ തലേന്ന് മുതൽ 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ക്ഷേത്രത്തിലെ ഉത്സവം. ക്ഷേത്രത്തിലെ ആറാട്ട് ലോകപ്രസിദ്ധമാണ്. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും അധികം വിശ്വാസികൾ ആറാട്ട് കുളിക്കുവാനായി എത്തുന്നത് ഇവിടെയാണെന്നാണ് വിശ്വാസം. കടുങ്ങല്ലൂർ തേവരുടെ ആലുവ മണപ്പുറത്തെ ആറാട്ട് അല്ലെങ്കിൽ തന്നെ പ്രസിദ്ധമാണല്ലോ. പെരുന്തച്ഛൻ്റെ കരവിരുതിലാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായത് എന്നാണ് മറ്റൊരു വിശ്വാസം. വൃത്താകൃതിയിലുള്ള ശ്രീകോവിലാണ് ആ വിശ്വാസത്തെ സാധൂകരിക്കുവാനായി ഇവിടെ തലയുയർത്തി നിൽക്കുന്നത്. എറണാകുളം ജില്ലയിലെ ആലുവയ്ക്ക് സമീപം കടുങ്ങല്ലൂർ ഗ്രാമത്തിലാണ് കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പറവൂർ കവല വഴി ക്ഷേത്രത്തിൽ എളുപ്പത്തിൽ എത്തിച്ചേരാം. ആലുവയിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്.